തമിഴ് സിനിമയെ ഭാരതിരാജയ്ക്ക് മുമ്പും ഭാരതിരാജയ്ക്ക് പിൻപുമെന്ന ചലച്ചിത്രലോകം കൃത്യമായി വിഭജിച്ചിട്ടുണ്ട്. അതുവരെ നഗര കേന്ദ്രീകൃതമായ സെറ്റുകളിലും ചായം പൂശിയ നായകന്മാരിലും തളച്ചിട്ടിരുന്ന ക്യാമറകളെ ഗ്രാമങ്ങളിലെ കരിമ്പനക്കാടുകളിലേക്കും ചുവന്ന മണ്ണിലേക്കും പറിച്ചു നട്ടത് അദ്ദേഹമായിരുന്നു. സിനിമയെന്ന ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് തേനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും മദിരാശിയുടെ തെരുവുകളിലേക്ക് വണ്ടി കയറിയ ചിന്നസ്വാമി എന്ന യുവാവ് തമിഴ് സിനിമയുടെ ഇയക്കുനർ ഇമയം, അതായത് സംവിധായകരുടെ ഹിമാലയമായി മാറിയത് കണ്ണീരും പട്ടിണിയും നിറഞ്ഞ ഒരു വലിയ പോരാട്ടത്തിന്റെ കഥയാണ്. 1942 ഓഗസ്റ്റ് 23 തമിഴ്നാട്ടിലെ തേനി അള്ളി നഗരത്തിൽ പെരിയമായ തേവരുടെയും കരുത്തമ്മാളുടെയും 5ാമത്തെ മകനായാണ് ചിന്നസ്വാമി ജനിക്കുന്നത്. സിനിമ ഉള്ളിൽ പ്രണയമായി വളരുന്നതിന് മുമ്പ് തന്നെ നാടകവും സംഗീതവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. സ്വന്തം അനുജന്റെയും അനുജിത്തയുടെയും പേര് ചേർത്ത് പിൽക്കാലത്ത് അദ്ദേഹം ഭാരതിരാജ ആയി മാറിയെങ്കിലും ആ പേരിന് പിന്നിൽ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ഭൂതകാലമുണ്ടായിരുന്നു. സ്വന്തമായി വാദ്യോപകരണങ്ങൾ പോലുമില്ലാതിരുന്ന കാലത്ത് ഇരുമ്പ് കമ്പിയിൽ ദിണ്ടിക്കൽ പൂട്ടുകൊണ്ട് തട്ടി ഇളയരാജ എന്ന പ്രതിഭ സംഗീതം തീർക്കുന്നത് അത്ഭുതത്തോടെ നോക്കി നിന്ന ഒരു ചിന്നസ്വാമി ഉണ്ടായിരുന്നു തേനിയിലെ പണയാപ്പുരം ഗ്രാമത്തിൽ. കൗമാരത്തിൽ നാടക സംഘങ്ങൾക്കൊപ്പം അലയുമ്പോൾ ഉള്ളിൽ വീണ സിനിമാ മോഹത്തിന്റെ തീപ്പൊരിയാണ് പിന്നീട് തമിഴ് സിനിമാ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചത്. TM സൗന്ദരരാജന്റെയും P സുശീലയുടെയും ഗാനമേള നേരിട്ട് കണ്ടപ്പോഴാണ് പണവും പ്രതാപവും നേടാൻ സിനിമയാണ് ഒരേയൊരു വഴിയെന്ന ചിന്ത ചിന്നസ്വാമിയുടെ ഉള്ളിൽ ശക്തമാകുന്നത്. മകൻ മദ്രാസ് മദ്രാസ് എന്ന് മന്ത്രം പോലെ ഉരുവിടുന്നത് കണ്ട് ഭ്രാന്ത് പിടിക്കുമെന്ന് പേടിച്ച് അമ്മ കരുത്തമ്മാൾ ഒടുവിൽ കടം വാങ്ങിയ 300 രൂപയുമായി ഒരു ലോറിയിൽ മകനെ മദിരാശിയിലേക്ക് കയറ്റിവിട്ടു. കോടമ്പകത്തെ തെരുവുകളിൽ അലയുമ്പോൾ വിശപ്പടക്കുവാൻ ബന്ധുവീട്ടിലെ പോക്കറ്റിലിട്ട ഒരു ഭൂതകാലം. കൗമാരത്തിൽ അച്ഛനുമായി പിണങ്ങി മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ അഭയം തേടിയപ്പോൾ വിശപ്പ് മാറ്റാൻ കണ്ടെത്തിയ ഒരു വഴിയുമുണ്ടായിരുന്നു. സ്റ്റേഷനിലെ ഗുഡ്സ് ലോറിയിൽ നിന്നും അരിച്ചാക്ക് കുത്തിത്തുളച്ച് ട്രൗസർ പോക്കറ്റിൽ അരി നിറയ്ക്കും. പിന്നെ ആ പോക്കറ്റിലേക്ക് ടാപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്ത് കഴിക്കും. അന്ന് ശീലിച്ച ടാപ്പ് വെള്ളം കുടിക്കൽ പിൽക്കാലത്ത് മദിരാശിയിലെ കഷ്ടപ്പാടിന്റെ നാളുകളിലും അദ്ദേഹത്തിന് തുണയായി മാറി. മദിരാശിയിൽ എത്തിയ ശേഷം ഇളയരാജയുടെ പാട്ട് സംഘത്തോടൊപ്പം നാടകങ്ങളിൽ അദ്ദേഹം സജീവമായി. ഒടുവിൽ പുട്ടണ്ണ കണങ്കാലിന്റെ മുന്നിലെത്തിപ്പെട്ടതാണ് ഭാരതിരാജയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. എന്നാൽ ചിന്നസ്വാമി എന്ന പേര് സിനിമയ്ക്ക് ചേരില്ലെന്ന് പുട്ടണ്ണ പറഞ്ഞതോടെ ദിവസങ്ങളോളം അദ്ദേഹം ചിന്തയിലാണ്ടു. ഒടുവിൽ തന്റെ അനുജൻ ജയരാജിന്റെ രാജയും പ്രിയ സഹോദരി ഭാരതിയുടെ പേരും ചേർത്തുവെച്ച് ഭാരതിരാജ എന്ന അനശ്വരമായ പേര് ജനിച്ചു. പിന്നീട് പുട്ടണ്ണ ബാംഗ്ലൂരുവിലേക്ക് മാറിയതോടെ M കൃഷ്ണൻ നായർ, KS സേതുമാധവൻ, P പുള്ളയ്യ തുടങ്ങിയ പ്രഗത്ഭരുടെ സഹായിയായി ഭാരതിരാജ പ്രവർത്തിച്ചു. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികളുടെ ദാഹം എന്ന സിനിമയിൽ പ്രവർത്തിച്ചതാണ് സിനിമാ നിർമ്മാണത്തിന്റെ എല്ലാ വശങ്ങളും പഠിക്കുവാനും സ്വതന്ത്ര സംവിധായകനാകാനുമുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിന് നൽകുവാനും സഹായിച്ചത്. സിനിമ ചെയ്യണമെന്ന മോഹവുമായി നിർമ്മാതാവ് രാജ്കണ്ണിന് മുന്നിൽ 3 കഥകൾ ഭാരതിരാജ അവതരിപ്പിച്ചു. അതിൽ മയിൽ എന്ന ഗ്രാമീണ കഥ നിർമ്മാതാവിന് ഏറെ ഇഷ്ടപ്പെട്ടു. ആര് സംവിധാനം ചെയ്യും എന്ന ചോദ്യത്തിന് അന്നത്തെ പ്രമുഖ സംവിധായകനായ SP മുത്തുരാമൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഭാരതിരാജ നിർദ്ദേശിച്ചെങ്കിലും നിർമ്മാതാവിന് തൃപ്തിയായില്ല. ഒടുവിൽ ഒരു സന്ധ്യാനേരത്ത് റോഡിലൂടെ നടക്കുമ്പോൾ രാജ്കണ്ണ് 5 രൂപയുടെ ഒരു നോട്ടെടുത്ത് ഭാരതിരാജയുടെ പോക്കറ്റിലിട്ട് പറഞ്ഞു, നീതാൻ ഇന്ന പടത്തുക്ക് ഡയറക്ടർ, നീ തന്നെയാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഇതിനിടയിൽ ഇളയരാജയുടെ സഹോദരൻ ഭാസ്കർ വിവാഹിതനായതോടെ ഭാരതിരാജയുടെ അമ്മയ്ക്കും മകന്റെ കാര്യത്തിൽ വേവലാതിയായി. ഒരു സംവിധാന സഹായിക്ക് ക്ലർക്കിന്റെ ശമ്പളം മാത്രമേ ഉള്ളൂ എന്ന സത്യം തുറന്നു പറഞ്ഞ് ഒരു പെൺകുട്ടിയെ കണ്ട് വിവാഹം ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ തേനി ചന്തയിൽ വെച്ച് സ്ഥിര വരുമാനമില്ലാത്ത സിനിമാക്കാരന് എന്ന നാട്ടുകാരുടെ റിപ്പോർട്ട് കേട്ട് ആ കല്യാണം മുടങ്ങി. ഒടുവിൽ അകന്ന ബന്ധുവായ ചന്ദ്രലീല ഭാരതിരാജയുടെ ജീവിത പങ്കാളിയായി. കഥയൊക്കെ ഉറച്ചെങ്കിലും മയിൽ എന്ന സിനിമ മുന്നോട്ടു പോകാതെ ഇരുന്ന കഠിനമായ ഒരു കാലമുണ്ടായിരുന്നു. വാടകയ്ക്കുള്ള പെട്ടിക്കട പോലുള്ള ചെറിയ വീട്ടിൽ ഭാരതിരാജയുടെ കുഞ്ഞ് ജനിച്ച സമയം. ഒരു ഉച്ചയ്ക്ക് അംബാസഡർ കാറിൽ വന്നിറങ്ങിയ നിർമ്മാതാവ് രാജ്കണ്ണ് തൊട്ടിലിൽ കിടന്ന കുഞ്ഞിന്റെ മാറിലേക്ക് 100 രൂപയുടെ കെട്ടുവെച്ചുകൊണ്ട് സിനിമ ഉടൻ തുടങ്ങുവാൻ ആവശ്യപ്പെട്ടു. പിറ്റേന്ന് ക്യാമറമാൻ നിവാസുമൊത്ത് ലൊക്കേഷൻ കാണാൻ ഇറങ്ങിയ ഭാരതിരാജ പിന്നീട് സൃഷ്ടിച്ചത് തമിഴ് സിനിമയുടെ ദിശ മാറ്റിയ ചരിത്രമാണ്.
നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹായത്തോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർട്ട് ഫിലിമായി ചെയ്യാനിരുന്ന മയിൽ എന്ന കഥ ഒടുവിൽ പൂർണ്ണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച 16 വൈദിനിലെ എന്ന കളർ ചിത്രമായി മാറി. അണിയറയിലെ സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ, അക്കാലത്ത് വളർന്നുവരുന്ന താരമായിരുന്ന കമൽഹാസൻ ഈ ചിത്രത്തിന് വേണ്ടി തന്റെ പ്രതിഫലം 3000 രൂപ കുറച്ച് 27,000 രൂപയ്ക്കാണ് അഭിനയിച്ചത്. പരട്ടെ എന്ന വില്ലൻ കഥാപാത്രത്തെ അനശ്വരമാക്കിയ രജനികാന്ത് വെറും 2500 രൂപ മാത്രമാണ് പ്രതിഫലം വാങ്ങിയത്. 16-കാരിയായ മയിലിന്റെ വേഷം ചെയ്യാൻ തികച്ചും മേക്കപ്പ് ഇല്ലാത്ത രൂപത്തിൽ വരാൻ അന്നത്തെ 14 വയസ്സുകാരിയായ ശ്രീദേവി തയ്യാറായി. 5 ലക്ഷം രൂപയുടെ ചെറിയ ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന്റെ സ്ലോ മോഷൻ സീനുകൾ എടുക്കുവാൻ ഹൈ സ്പീഡ് ക്യാമറകൾ ഇല്ലാതിരുന്നതിനാൽ നടന്മാരോട് ക്യാമറയ്ക്ക് മുന്നിൽ സാവധാനം ചലിക്കുവാൻ ആവശ്യപ്പെട്ടാണ് ഭാരതിരാജ ആ രംഗങ്ങൾ ചിത്രീകരിച്ചത്. തന്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ഇളയരാജ സംഗീതം നൽകിയ ചിത്രത്തിലെ സിന്ദൂരപ്പൂവേ എന്ന പാട്ടിലൂടെ എസ് ജാനകിക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. 1977 തിയേറ്ററുകളിലെത്തിയ ആ സിനിമ ഒരു വർഷത്തിലധികം തമിഴ്നാട്ടിലുടനീളം ഓടി വൻ വിജയമായി മാറി. 16 വൈദിനിലെ എന്ന ചിത്രത്തിന് ശേഷം ഭാരതിരാജയ്ക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തമിഴ് സിനിമയിലെ ഗ്രാമീണ സൗന്ദര്യവും ജാതി സമവാക്യങ്ങളും മനുഷ്യബന്ധങ്ങളും അദ്ദേഹം ഒന്നിനു പുറകെ ഒന്നായി സ്ക്രീനിലെത്തിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന ചലച്ചിത്രങ്ങളാണ് കിഴക്കേ പോകും റെയിൽ, തിയേറ്ററുകളിൽ 364 ദിവസത്തിലോടിയ വൻ ഹിറ്റ്, സിഗപ്പ് റോജാക്കൾ, ഗ്രാമീണതയിൽ നിന്ന് മാറി കമൽഹാസനെ വെച്ച് അദ്ദേഹം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ, ഭാരതിരാജയിലെ ക്രാഫ്റ്റ്മാനെ അടയാളപ്പെടുത്തിയ ചിത്രം കൂടിയായിരുന്നത്, അലൈകൾ ഓയ്വതില്ലേ എന്ന കാർത്തിക്കിനെയും രാധയെ സിനിമാ ലോകത്തിന് സമ്മാനിച്ച പ്രണയകാവ്യം, മുതൽ മര്യാദ ശിവാജി ഗണേശന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്ന്, കറുത്തമ്മ പെൺ ശിശുഹത്യക്കെതിരെ ഭാരതിരാജ ഒരുക്കിയ ശക്തമായ സാമൂഹിക ചിത്രം. ഈ ചിത്രത്തിന്റെ പേര് തന്നെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം നൽകിയത്. ഈ ചിത്രത്തിന് ലഭിച്ച ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന്റെ അമ്മയാണ് ഏറ്റുവാങ്ങിയതും. കൂടാതെ വേദം, പുതിയത്, കിഴക്കുചീമയിലെ അന്തിമന്താരെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ 6 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും തമിഴ്നാട് സംസ്ഥാന പുരസ്കാരങ്ങളും ഭാരതിരാജയെ തേടിയെത്തി. രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. ഒരു നായകനാകാൻ മദിരാശിയിലെത്തി പരുക്കൻ ഭാവങ്ങളുള്ളതിനാൽ നായകനാകാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഈ സിനിമയിലെ എല്ലാവരെയും നായകന്മാരാക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് ക്യാമറയ്ക്ക് പിന്നിലേക്ക് മാറിയ പോരാളിയാണ് ഭാരതിരാജ. നടീനടന്മാരുടെ താരമൂല്യത്തിൽ മാത്രം ഒതുങ്ങി നിന്ന തമിഴ് സിനിമയെ സംവിധായകന്റെ കലയാക്കി മാറ്റിയത് ഭാരതിരാജ എന്ന ഈ തേനിക്കാരനാണ്. ഗ്രാമങ്ങളിൽ നിന്നും ഒരുപാട് ചെറുപ്പക്കാർക്ക് സിനിമയെന്ന സ്വപ്നം നെഞ്ചിലേറ്റി മദിരാശിയിലേക്ക് വണ്ടി കയറുവാൻ ധൈര്യം നൽകിയ തമിഴ് സിനിമയുടെ മണ്ണും മനസ്സും മറഞ്ഞ ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ ചലച്ചിത്ര ലോകത്തിന്റെയും TGS മീഡിയയുടെയും പ്രണാമം.